ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നെറ്റ് ഗിയർ സ്വിച്ചിൽ എങ്ങനെയാണ് ഒരു VLAN ക്രിയേറ്റ് ചെയ്യുന്നതും അതെങ്ങനെയാണ് ഒരു പോർട്ടൽ അസൈൻ ചെയ്യുന്നതും അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് സ്വിച്ചിലൊന്ന് ലോഗിൻ ചെയ്യാം. ഞാൻ SSH വഴിയാണ് സ്വിച്ച് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ചിൽ ലോഗിൻ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനേബിൾ കമാൻഡ് അടിക്കണം. ഇനേബിൾ കമാൻഡിൻ്റെ പാസ്വേഡ് റൂട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ റൂട്ട് പ്രിവിലേജിൽ കയറിയതിന് ശേഷം നമ്മൾ കോൺഫിഗറേഷൻ മോഡ് ആണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ കോൺഫ് നടിക്കുക. സോറി ഇതിനകത്ത് കോൺഫിഗറേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം VLAN സ്പേസ് നമുക്ക് വേണ്ട VLAN ID, നമ്മൾ ഏത് VLAN ID ആണ് ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ VLAN ID എൻ്റർ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അതിന് 10 എന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ VLAN ക്രിയേറ്റ് ആയി. ഇനിയിപ്പോൾ VLAN നമുക്കൊരു നെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അടിക്കുക. ഞാൻ ഇതിന് ടെസ്റ്റ് എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി VLAN ക്രിയേറ്റ് ആയി നോക്കാം. നമ്മളുടെ VLAN ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്കിതിന് നമ്മളുടെ എക്സിസ്റ്റിംഗ് കോൺഫിഗറേഷൻ നോക്കിയിട്ട് നമുക്കൊരു ഫ്രീ പോർട്ടൽ ഇത് എങ്ങനെ അസൈൻ ചെയ്യാം, എങ്ങനെ PVD ആക്കാം, എങ്ങനെ ആക്സസ് ആക്കാം എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് വലുതാക്കാം. അപ്പം നമ്മളുടെ ഇത്രയും പോർട്ടുകൾ നമുക്കിവിടെ ഫ്രീ ഉണ്ട്. ഞാനത് G3യിലാണ് അസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ കോൺഫിഗറേഷൻ അടിക്കുന്നു. ശേഷം ഇൻ്റർഫേസ് GB 3. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഇൻ്റർഫേസിനകത്ത് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോർട്ട് നമ്മൾ ആക്സസ് ആണോ അതോ ട്രങ്ക് ആണോ ഹൈബ്രിഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അത് ഓരോ സ്വിച്ചിലും ഓരോ മെത്തേഡാണ്, ഓരോ പർപ്പസാണ്. ഇപ്പോൾ നമുക്ക് സിംഗിൾ VLAN ആണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് മോസ്റ്റ് ഓഫ് സ്വിച്ചുകളിൽ വരുന്നത് ആക്സസ് പോർട്ടാണ്. അല്ല, മൾട്ടിപ്പിൾ VLANs ആണ് നമുക്ക് ആക്സസ് ട്രങ്ക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ചിനകത്ത് നമുക്ക് ആകെ അവൈലബിലിറ്റി ഉള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഹൈബ്രിഡ് മോഡ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വിച്ചിനെ ആദ്യം ഹൈബ്രിഡ് മോഡിലേക്ക് മാറ്റാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് മോഡിൽ അലോ ചെയ്ത VLAN 10 ആക്കി. ഇനി നമുക്ക് ഇതിനകത്ത് PVID കൂടി ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളുടെ ഡിഫാൾട്ട് VLAN ഈ ഒരു പർട്ടിക്കുലർ പോർട്ടിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ഈ അടുത്ത കമാൻഡ് അടിക്കേണ്ടത് സ്വിച്ച് പോർട്ട് ഹൈബ്രിഡ് അലൗഡ് VLAN. നേരത്തെ നമ്മൾ ആഡ് ആണല്ലോ കൊടുത്തത്, അതിന് പകരം ഇവിടെ റിമൂവ് കൊടുക്കുക 1. ഓക്കെ, സോ ഇനി നമുക്ക് ഒന്ന് സേവ് ചെയ്യാം. അതായത് നമ്മൾ ഈ പോർട്ടിൽ നിന്ന് പുറത്ത് കിടക്കണം. സോറി,
ഓക്കെ, ഇപ്പോൾ സേവ് കമൻറ്റ് അടിച്ചപ്പോൾ നമ്മൾ സേവ് ആയി. ഇനി നമുക്ക് നമ്മളെ കോൺഫിഗറേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ചെയ്ത കോൺഫിഗറേഷൻ ഈ സ്വിച്ചിനകത്ത് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ ഡൗൺ ലിങ്കിലായാലും അപ്പ് ലിങ്ക് ആയാലും ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പോർട്ടിനൊരു ലേബലിംഗ് കൂടെ ചെയ്തിരിക്കുകയാണ്. ലേബലിംഗ് ചെയ്യാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആണ് കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ സ്പേസ് നമുക്ക് എന്താണ് പോർട്ട് അപ്പ് ലിങ്ക് ആണ് അപ്പ് ലിങ്ക്, ഡൗൺ ലിങ്ക് ആണ് ഡൗൺ ലിങ്ക്, അല്ലെങ്കിൽ ടു ഇന്ന ഡിവൈസിലേക്ക് പോകുന്നു എന്ത് വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസിലി സ്വിച്ചിൻ്റെ പോർട്ടുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്വിച്ചിനകത്ത് നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ലൈക്ക് ലൂപ്പ് പ്രൊട്ടക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പോർട്ടിൽ നിന്നാണ് ലൂപ്പ് അല്ലെങ്കിൽ മാക് ഫ്ലാപ്പിംഗ് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് ഈസിലി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വിച്ചിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് കമാൻഡ് ഒന്നുകൂടെ സേവ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈൻ സപ്പോർട്ടിനായി സീസസ് ടെക്കിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമുക്ക് ഓൺലൈൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാ തരത്തിലുള്ള നെറ്റ്വർക്ക് ഇഷ്യൂസിനും ഡിവൈസ് കോൺഫിഗറേഷനും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.